പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളും സാക്ഷ്യവും വചനചിന്തകളുമായി ഓരോ ദിവസവും ആയിരിക്കാൻ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കർത്താവിലെ പ്രസിദ്ധനും അനുഗ്രഹീത ഗായകനുമായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് KP അവറുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസന് നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ തൻ്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തവ ലോകത്തിന് മനോഹരമായ പാട്ടുകൾ പാടുന്നതും യൂട്യൂബിലും CD-യിലും വിവിധ മാധ്യമങ്ങളിലും സ്റ്റേജുകളിലും ഒക്കെ കർത്താവിനെ ഉയർത്തുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് KP അവരുകളെ തികച്ച സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ലോർഡ് പാസ്റ്റർ. സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് പറയാമോ? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് വെണ്ണിക്കുളത്തു നിന്നാണ്. എൻ്റെ വീട്ടിലെ അച്ഛനെ, അമ്മ, വൈഫ്, 2 കുഞ്ഞുങ്ങൾ. ഓക്കെ, കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. ആകട്ടെ, കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് ഒരു വാക്കിലൊന്ന് പറയാമോ? ഞാൻ 24 വർഷമായിട്ട് ഒരു സുവിശേഷകനായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. 30 വർഷമായിട്ട് ഞാൻ കർത്താവിന് വേണ്ടി പാടുന്നു. ഞാൻ വെള്ളിക്കുളത്ത് ഉള്ള ഒരു ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവിനെ പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, മുന്നോട്ട് കർത്താവിന്റെ ദാസൻ സംസാരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ആ സാഹചര്യത്തെക്കുറിച്ചും ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനിടയായി തീർന്ന ആ സാഹചര്യം, നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കാം. ആദ്യമായിട്ട് അരോമ ടിവിയുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇങ്ങനൊരു അവസരം നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ നാമമായിട്ട് നിൽപ്പാൻ കർത്താവ് ഒരുക്കിയതിന് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുക, ദൈവം ചെയ്ത വിടുതലുകളും ദൈവത്തെ കണ്ടുമുട്ടിയൊക്കെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലമാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ സ്വദേശം, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് മാന്നാറിനടുത്ത്, ആലപ്പുഴ ജില്ലയിൽ മാന്നാറിനടുത്ത് പാവുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഏകദേശം 14-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായിത്തീർന്നത്. ജീവിതത്തിനകത്ത് ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വരാനിടയായിത്തീർന്നു. കാരണം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കണ്ടുവരുന്നത് എൻ്റെ പിതാവ് ഭയങ്കര ഒരു മദ്യപാനിയായിരുന്നു. ആ മദ്യപാന നിമിത്തം ഉണ്ടായ ദുരന്തങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും കഷ്ടതകളൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എന്നെ വല്ലാതെ വേട്ടയാടി. കാരണം ഞാൻ കണ്ടുവരുന്നത് പിതാവ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ വീട്ടിലേക്ക് കടന്നു വരുന്ന രംഗമാണ്. അത് വന്ന് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടാണ് ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നത്. അപ്പോൾ വല്ലാത്ത ഒരു, സത്യത്തിലൊരു നരകതുല്യമായി കിടക്കുന്ന ഒരു ഭവനം പോലെയാണ്. എല്ലാ വീടും സന്തോഷിക്കുമ്പോൾ ആ ചുറ്റുപാട് ഞങ്ങളുടെ വീട് മാത്രം എന്നും പ്രശ്നം, എന്നും അടി, എന്നും അപ്പൻ മദ്യം കഴിക്കുന്നു. അപ്പം ഒരു സ്വസ്ഥതയില്ല. എനിക്ക് 2 സഹോദരിമാരുണ്ട്. അവരിപ്പോൾ വിവാഹിതരാണ്. അപ്പം ചെറുപ്രായത്തിൽ 2 സഹോദരിമാരെ, ഞാൻ, അമ്മ, വല്ലാത്തൊരു വേദന, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു അനുഭവം. കാരണം ഞങ്ങളുടെ ആ ദേശത്ത് എൻ്റെ ഫാദർ നല്ലൊരു കുടിയനായിരുന്നു. കാരണം ഉണ്ടാക്കുന്ന നന്മയെല്ലാം, എൻ്റെ കയ്യിൽ വരുന്ന നന്മയെല്ലാം മദ്യത്തിന് വേണ്ടി ചെലവാക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആഹാരം കഴിക്കാനില്ലാത്ത സന്ദർഭങ്ങൾ, നല്ല ഡ്രസ്സ് ഇല്ലാത്ത സാഹചര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ മൊത്തത്തിൽ ജീവിതത്തോട് തന്നെ എന്തിനാണ് ഇങ്ങനൊരു ജന്മമെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോയ സാഹചര്യങ്ങളുണ്ട്. ഒരു നല്ല ജീവിതം ഉണ്ടാവുമോ, നല്ലൊരു ആഹാരം കഴിക്കാൻ പറ്റുമോ, നല്ലൊരു ഡ്രസ്സ് ഇടാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു.
പക്ഷേ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം അറിയാം, യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ സന്തോഷവും അതിലുപരിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്ന മാറ്റങ്ങൾ, അതാണ് സത്യത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ നിൽക്കുന്നത്. കാരണം ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തിയത് യേശു ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ ജീവിതത്തിനകത്തെ വരവോടുകൂടിയാണ്. അപ്പോൾ ആ വരവ് ഞങ്ങൾ സത്യത്തിൽ ഒരു വലിയ സാധ്യതകൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. കാരണം യേശു ആരാണെന്നോ ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനകത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കാനിടയായിത്തീർന്നത്. അപ്പോൾ അങ്ങനെ 1992 വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. 91-90കളിലെ ആ സമയത്ത് എൻ്റെ പിതാവ് ഇവിടെ നിന്ന് ജോലിക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. അത് പിതാവിൻ്റെ രോഗസൗഖ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടും വേദനകളും താൻ അനുഭവപ്പെട്ടു. അങ്ങനെ നാട്ടിലേക്ക് കടന്നു വന്നു. ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർക്ക് രോഗമെന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അങ്ങനെ വല്ലാതെ വേദനയിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പിതാവിന് വേണ്ടി ചെയ്യാൻ നോക്കി. ക്ഷേത്രങ്ങളിലും അങ്ങനെ പള്ളികളിലും നേർച്ചയും വഴിപാടും അങ്ങനെയൊക്കെ ഒരു മാനുഷികമായ തലത്തിൽ ചെയ്യാൻ പറ്റുന്ന അന്നത്തെ വിശ്വാസ രീതി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ തൻ്റെ ജീവനെ മാത്രം രക്ഷിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഏത് സമയത്തും മരണപ്പെടാം. അപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ അന്ന് ബാധിച്ചിരുന്നത്, അപ്പൻ ഇച്ചിരി കുടിയനാണെങ്കിലും ജീവനുള്ളൊരു അപ്പനുണ്ടല്ലോ എന്നുള്ളൊരു ഉണ്ട്. പെട്ടെന്ന് അപ്പൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, അപ്പൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾ എന്തായിത്തീരും? കാരണം ഞങ്ങൾ ചെറുപ്രായമല്ലേ, എന്തായിത്തീരും? ഞങ്ങളുടെ കാര്യം ആര് നോക്കും എന്ന് വെച്ചാൽ വെള്ളമടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യും. എങ്കിലും ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളില്ലാതെ പട്ടിണികളൊക്കെ ഉണ്ടെങ്കിലും വെള്ളം അടിക്കാത്തൊരപ്പനുണ്ടല്ലോ, ആ അപ്പൻ നല്ലൊരു അപ്പനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫാദർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ഒരു ചോദ്യമായി തീർന്നു. അപ്പം ഞങ്ങൾ അന്ന് അമ്പലങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. പ്രാർത്ഥിച്ചു, നേർച്ചകളും വഴിപാടുകളും ഒക്കെ നമ്മൾ നടത്തി നോക്കി. പക്ഷേ നമുക്കതിനകത്തുനിന്ന് രക്ഷ, ഒരു വിടുതൽ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കാനിടയായിത്തീർന്നത്. എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അവർ യേശു ക്രിസ്തുവിനെ അറിഞ്ഞൊരു ആളായിരുന്നു. അങ്ങനെ എൻ്റെ പിതാവിനെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ കുറേ ദിവസം താമസിച്ചു. കാരണം ഈ വേദനയൊക്കെ വരുമ്പോഴത്തേക്കിന് പെങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു രാത്രിയിൽ 12 മണിയായപ്പോൾ എൻ്റെ പിതാവിന് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെട്ടു. മരണപ്രാളം എടുക്കാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു ദൈവസഭയിലെ ദൈവദാസനെ വിളിച്ചു. അദ്ദേഹം രാത്രി 12:30 ആയപ്പോഴത്തേക്കിന് എൻ്റെ അച്ഛൻ്റെ കിടക്കയ്ക്കരികിലേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. താങ്കൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പിതാവ് പറഞ്ഞു, ഒരു നിമിഷം ചിന്തിച്ചിട്ടാണ് എൻ്റെ പിതാവ് ആ തീരുമാനമെടുത്തത്. ഞാൻ സേവിച്ച ദൈവങ്ങൾക്ക് എന്നെ വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന് കഴിയുമെങ്കിൽ ആ ദൈവത്തെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നത് രാത്രിയിൽ 12:30 ആയപ്പോഴാണ്. ഓക്കെ, അങ്ങനെ എൻ്റെ പിതാവ് ഒരു നിമിഷം ചിന്തിച്ചതിൻ്റെ കാരണം, ഞാൻ സേവിച്ചിരുന്ന ദൈവങ്ങൾക്ക് വിടുവിക്കാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിന് കഴിയുമെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് തീരുമാനം എടുക്കാനിടയായിത്തീർന്നു. ആ തീരുമാനമെടുത്ത ആ സന്ദർഭത്തിൽ എൻ്റെ പിതാവിന് വേണ്ടി ആ കർത്തൃദാസൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത്, തന്നിലുണ്ടായ ആ രോഗാത്മാവിനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, നേർച്ചയ്ക്കോ വഴിപാടിനോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഒരു മനുഷ്യനെ വിടുവിക്കാനോ അവന് ആശ്വാസം നൽകാനോ കഴിയത്തില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ
നോക്കിയേ, ഈ ലോകത്തിലെ സകല വാതിലുകളും അടഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് സാക്ഷാൽ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ വേദപുസ്തകത്തിന് അതൊരു വാക്യമുണ്ടല്ലോ, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നതുമില്ല ഉറങ്ങുന്നതുമില്ല. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ, തുറന്നു പറയാൻ, ആ സെക്കൻഡിൽ തന്നെ മറുപടി തരാൻ കഴിയുന്ന ഒരിടമാണ് യേശു ക്രിസ്തുവിൻ്റെ സന്നിധി. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് 92-ലാണ്. മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ, മറ്റെല്ലാവരും വിശ്രമിക്കുമ്പോൾ ഏത് സമയത്തും ചെല്ലാം. അപ്പാ പിതാവ് എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തിറങ്ങി വരും എന്നൊക്കെ പറയത്തില്ലേ, അത് സാക്ഷാൽ കർത്താവാണ്. നമ്മൾ വിളിച്ചാൽ, അപ്പ എന്ന് വിളിച്ചാൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലാകാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങൾ 92-ൽ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുമ്പോൾ നമുക്കിതിനകത്തെ കഥാപാത്രങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്തന്മാരായ, ശക്തന്മാരായ പഴയ നിയമ ഭക്തന്മാരെയും പുതിയ നിയമ അപ്പോസ്തലന്മാരെ ഒന്നും നമുക്ക് അറിയത്തില്ല. വേദപുസ്തകത്തിനകത്ത് പുസ്തകങ്ങൾ അറിയില്ല, ബൈബിൾ ഉണ്ടെന്നറിയാം, പക്ഷേ അതിനപ്പുറത്തൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. മോശ ആരാണെന്നോ, പത്രോസ് ആരാണെന്നോ, ഏലിയാവ് ആരാണെന്നോ, ഏലിശ ആരാണെന്നോ ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പം വിശ്വാസത്തിൻ്റെ ചുവട്, അപ്പം ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് ഒത്തിരിയും കാര്യങ്ങൾ എന്നെ പഴയ പിതാക്കന്മാരെ ഇരുത്തി ഓരോ ചരിത്രങ്ങൾ നമ്മളെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടായത്. പെട്ടെന്ന് അപ്പൻ്റെ കുടി മാറുന്നു, വീട്ടിൽ സ്വസ്ഥത വരുന്നു, സമാധാനം വരുന്നു. ഇന്നലെ വരെ കുടിച്ചുകൊണ്ടിരുന്ന അപ്പൻ ഇന്ന് കുടിക്കാതെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ആത്മസന്തോഷമുണ്ടല്ലോ, അത് ഞങ്ങൾ അനുഭവിക്കാനിടയായി തീർന്നു. നേരത്തെ മദ്യക്കുപ്പിയായിട്ട് വരുന്ന അപ്പൻ ഇന്ന് അത് കഴിഞ്ഞിട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ ബിസ്ക്കറ്റും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരവും അരിയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരാൾ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ പകരം സന്തോഷം, ഞങ്ങൾക്കെന്തോ ഒരു സ്വർഗീയ അനുഭവം കിട്ടുന്നൊരു അനുഭവമായിരുന്നു ആ കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പം നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കണ്ടു തുടങ്ങി. അപ്പം ഞങ്ങളുടെ ചുറ്റുപാടെന്ന് മൊത്തം ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുകയും പിന്നെ കുറച്ച് ഓർത്തഡോക്സുകാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ ഏരിയയിൽ വിശ്വാസ ജീവിതത്തിലെ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, അവൻ പെന്തിക്കോസിൽ പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ചർച്ചക്കാർ തന്നെ ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവങ്ങളെ വിട്ടിട്ട് അവൻ യേശുവിനെ ആരാധിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി പരിഹാസങ്ങളും ഒത്തിരി നിന്ദകളും ഒത്തിരി അപമാനങ്ങളൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വരാനിടയായിരുന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞ സത്യം, ആ സത്യത്തിന് വേണ്ടി പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങൾ പിടിച്ചു നിന്നു. ഞങ്ങളെ ഒത്തിരി പേര് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണത്തിന് വിളിക്കാതായി, പല ചടങ്ങുകൾക്കും ഞങ്ങളെ ഒഴിവാക്കി. അങ്ങനെ ഒഴിവായി പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലും ഞങ്ങൾ കർത്താവിന് വേണ്ടി, ഞങ്ങളെ വിളിച്ചൊരു ദൈവമുണ്ട്, ഞങ്ങളെ വിടുവിച്ചൊരു ദൈവമുണ്ട്, ഞങ്ങളെ ഉയർത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ ആ ദേശത്ത് തയ്യാറായി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ഒരു കൊച്ചു കൂട്ടിലായിരുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. വീട്ടിലൊരു പ്രാർത്ഥന വെച്ചപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ആ ദേശക്കാർ മുഴുവനും വന്ന് നിൽക്കുക, എന്താ സംഭവിക്കുന്നത്. കാരണം നമ്മൾ അന്യഭാഷയിൽ പാടി ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജനത്തിൻ്റെ ആശ്ചര്യമായി, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്. കാരണം ഇന്ന് കൺവെൻഷൻ വെച്ചാൽ പോലും ആൾക്കാർ വരത്തില്ല, പക്ഷേ അന്നൊരു കോട്ടേജ് മീറ്റിംഗ് വെച്ചപ്പോൾ ദേശത്തു നിന്നുള്ള സകല ആൾക്കാരും വന്നുകൂടി എന്നുള്ളതാണ്. അത് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കോട്ടേജ് മീറ്റിംഗ്, നാട്ടുകാർ മുഴുവൻ വന്ന് നിന്ന് കാണുന്ന ഒരു മീറ്റിംഗ് സത്യത്തിൽ എൻ്റെ വീട്ടിൽ നടന്ന ആ ഒരു 3 ദിവസത്തെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന സത്യത്തിൽ എൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിക്കാൻ ഇടയായിരുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ലോകപ്രകാരം എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കരസ്ഥമാക്കുക എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ നിന്ന് കുറേ നാൾ പഠിച്ചത് എൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിലാണ്. ഞങ്ങളുടെ അമ്മാച്ചൻ്റെ വീട് ഞങ്ങളുടെ വീടുമായിട്ടൊക്കെ ഏകദേശം 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ളായിരുന്നു. അപ്പം അമ്മാച്ചന് വർക്ക്ഷോപ്പാണ്, അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം അങ്ങനെ മെക്കാനിക്കൽ സംബന്ധമായ എങ്ങനെയെങ്കിലൊക്കെ നല്ല രീതിയിൽ
എത്തിച്ചേരണമെന്ന് ഹൃദയത്തിനകത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ജീവിതത്തിനകത്ത് പാടാനൊരു കഴിവുണ്ടെന്നും മനസ്സിലായി. കാരണം ആദ്യമായിട്ട് ഞാൻ ഒരു പാട്ട് പാടുന്നത് വിശ്വാസ ജീവിതത്തിലേക്ക് 1992 വിശ്വാസ ജീവിതത്തിൽ വന്നു. 94 മുതൽ സത്യത്തിൽ ചെറിയ ചെറിയ കൺവെൻഷനുകളൊക്കെ ഇന്നത്തെ പോലെ വിശാലമായ ക്രമീകരണങ്ങളല്ലല്ലോ അന്നത്തെ ഉണ്ടായിരുന്നത്. അപ്പം ചെറിയ ചെറിയ കൺവെൻഷനിലൊക്കെ, ചർച്ചിൽ നടന്ന കൺവെൻഷനിലൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ പ്രസാദ് പാട്ട് പാടുമെന്നൊക്കെ ആൾക്കാർ തമ്മിൽ പറയാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് ഒരു വലിയ വിശാലതയിലേക്ക് എന്നെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ കണ്ടുമുട്ടി 2ാമത്തെ വർഷം തന്നെ കർത്താവിന് വേണ്ടി പാടാൻ തുടങ്ങി. അപ്പം ഞാൻ മുമ്പോട്ടുള്ള യാത്രയിൽ കർത്താവിന് വേണ്ടി പാടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയത്തൊക്കെ 10ാം ക്ലാസ്സിലോട്ടൊക്കെ എത്തിയ സമയത്ത് കർത്താവിന് വേലയ്ക്ക് വേണ്ടിയുള്ള വിളി ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകാനിടയായിരുന്നു. അപ്പം ഞാൻ വിളി വന്നപ്പോൾ ഞാൻ ഒന്ന് അറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വേല ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കിന് എൻ്റെ ജീവിതത്തിനകത്തുണ്ടായ കണ്ട കുറേ കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനൊരു ഭയങ്കരമായിട്ടൊരു മടി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഈ പണ്ടൊക്കെ പ്രവാചകന്മാരുള്ള യോഗത്തിന് പോകാൻ ഇച്ചിരി ഭയമായിരുന്നു. കാരണം ദൂതൊക്കെ വരുന്നത് നമ്മളോടായിരിക്കും. നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മളെ വീണ്ടും വീണ്ടും സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രവാചകന്മാരുള്ള യോഗത്തിന് പണ്ട് പോകാറില്ലായിരുന്നു. കാരണം ഏത് പ്രവാചകന്മാർ വന്നാലും നമ്മളോടൊരു ദൂത് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവാചകന്മാരുള്ള യോഗത്തിന് ഞാൻ പോകാറില്ല. അമ്മയോട് പറ, അമ്മ യോഗത്തിന് പോയിക്കൂ. പക്ഷേ അമ്മ ചെല്ലുമ്പോൾ അമ്മയോട് പറയും, നിൻ്റെ ഏകജാതൻ, നിൻ്റെ ആദ്യ സന്തതിയെ ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ വന്നുകൊണ്ട് പറയും, മോനെ നിനക്കുള്ള ദൂത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേലയ്ക്ക് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനെ കൊണ്ടുള്ള ഒരു സ്റ്റെപ്പ് 1998 ഞാനെടുത്ത് സ്റ്റെപ്പുകളെടുത്ത് വെച്ചു. അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ വെക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ എന്നെ കർത്താവ് തൊട്ടു. അവിടെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഒഴിഞ്ഞു മാറിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പാടാനൊരു കഴിവുണ്ടല്ലോ, ഞാൻ അത് വെച്ച് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തോളാം, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ പേര് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഫുൾ ടൈം ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു അമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ചോറ് വാരി കൊടുക്കുന്നത് പോലെ സത്യത്തിൽ പ്രവാചകന്മാരെ വിട്ട് നിരന്തരമായി അപ്പം നോക്കി, ഒരു മനുഷ്യനെ ദൈവം കാണുമ്പോൾ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുവാൻ ദൈവം എത്ര റിസ്ക്കാണ് എടുക്കുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ വേറെ ആൾക്കാരെ കിട്ടും, പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നിർബന്ധമാണ്. അപ്പം ഞാൻ എൻ്റെ വിളിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ അത് അനുഭവിക്കാനിടയായി തീർന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായിട്ട് നമ്മൾ ഒരു കാര്യം രണ്ട് പ്രാവശ്യം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വേറൊരാളെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം നിരന്തരമായിട്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് നിരന്തരമായിട്ട് പ്രവാചകന്മാരെ നമ്മുടെ അരികിലേക്ക് അയച്ചിട്ട്, അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാനങ്ങ് മനസ്സിലാക്കിയത്. കാരണം നമ്മളെ ആവശ്യമുണ്ടല്ലോ, നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെ ഒഴിവാക്കാത്തൊരു ദൈവം. നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ കൊണ്ട് നീ തന്നെ ചെയ്താൽ മതി, ഇത് നീ ചെയ്തെങ്കിലേ അത് ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചകന്മാരെ നിരന്തരമായി അയക്കുന്ന ഒരു ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പ് ഞാനങ്ങ് സത്യത്തിൽ വീണു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ 99 സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ കുമ്പനാടിലുള്ള ഇന്ത്യ ബൈബിൾ കോളേജിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം പഠിക്കാനിടയായി തീർന്നു. അപ്പോൾ ഒത്തിരി സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഞാനൊരു മോനായിട്ട് ഞാൻ മാത്രമുള്ളായിരുന്നു, ഇളയത് എൻ്റെ സഹോദരിമാരാണ്. ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ പിതാവിനോട് ചോദിക്കാനിടയായി തീർന്നു. കാരണം സുവിശേഷ വേലയുടെ മാഹാത്മ്യം എൻ്റെ ചാർച്ചക്കാർക്കൊന്നും അറിയത്തില്ല. അവരൊക്കെ ഇപ്പോഴും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചു, ഒറ്റ മോനല്ലേ ഉള്ളൂ, അവനെ സുവിശേഷ വേലയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ നിനക്ക് 2 പെൺപിള്ളേരല്ലേ താഴെയുള്ള, അപ്പോൾ അവരുടെ കാര്യം എന്തായിത്തീരും, അവരെ ആര് നോക്കും, അവർക്ക് വേണ്ടിയുള്ള കരുതലൊക്കെ ആര് നടത്തുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അപ്പനോട് ചോദിച്ചു.
അപ്പം ഞാൻ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിനകത്ത് ഞാൻ ഇന്നും അന്നും മാറ്റമില്ല, ആ തീരുമാനത്തിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ പിന്നോട്ടില്ല, വെച്ച സ്റ്റെപ്പ് ഞാൻ മുമ്പോട്ട് വെക്കും. ഈ മുമ്പിൽ ഒന്നും നമ്മുടെ മുമ്പിലില്ല, പക്ഷേ എല്ലാം നടത്തി തരാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസമാണ് എന്നെ മുമ്പോട്ട് നയിച്ചത്. അപ്പം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം, പക്ഷേ എൻ്റെ ആവശ്യങ്ങളൊന്നും മുടക്കരുത്. ഞാൻ ഒരു മനുഷ്യനോടും ഒരു കാര്യം ചോദിക്കില്ല, ഞാൻ കടം ചോദിക്കില്ല, ഞാൻ ഒരു മനുഷ്യനോട് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയില്ല എന്നൊരു തീരുമാനം ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. അപ്പോൾ ദൈവം അത് എഗ്രി ചെയ്തു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഈ നിമിഷം വരെയും ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയാം, ഈ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നതാണ്. ഞാൻ ഓരോ ദിവസവും കണ്ടുവരുന്നൊരു കാര്യമാണ്, അത്ഭുതങ്ങൾ കാണുകയാണ്. അത്ഭുതം എൻ്റെ ജീവിതമൊക്കെ ആൾക്കാർ ചോദിച്ചിട്ട് പാസ്റ്റർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഞാൻ പറയും ദൈവം, പലരും ചോദിച്ചിട്ട് നൂലെ കെട്ടി ഇറക്കി തരുമോ? ഞാൻ പറയും ദൈവത്തിന് നൂലൊന്നും വേണ്ട, ദൈവത്തിന് തൻ്റെ ഭക്തന്മാരെ പോറ്റാനായിട്ട്. ദൈവം അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും എൻ്റെ ജീവിതം ഈ സുവിശേഷ വേലയ്ക്ക് പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി ഇപ്പോൾ 24 വർഷമായി. ഈ 24 വർഷവും അത്ഭുതങ്ങൾ കാണുകയായിരുന്നു. അത്ഭുതം ഓരോ ദിവസവും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്ക് കൊച്ചിലെ ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ ചവിട്ടുക എന്നുള്ളത്. അപ്പം അപ്പൻ കുടിയനായതുകൊണ്ട് കിട്ടുന്ന കാശ് മുഴുവൻ ഷാപ്പിൽ കൊടുത്ത് പിന്നെ കടം കൂടെ മേടിച്ച് കുടിക്കുന്ന ഒരു അപ്പനായിരുന്നു എൻ്റെത്. അപ്പം കൊച്ചിലേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു സൈക്കിൾ ചവിട്ടണമെന്ന്. അപ്പം സൈക്കിൾ ചവിട്ടണം. അപ്പം നമ്മൾ വാടകയ്ക്കൊക്കെ അന്നൊക്കെ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാടകയ്ക്ക് സൈക്കിൾ കിട്ടും. അങ്ങനെ സൈക്കിളൊക്കെ മേടിച്ച് ചവിട്ടി ഈ പൈസ തരുന്നത് അമ്മാച്ചൻ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ സുലഭിച്ച് മാറ്റി വെച്ചിട്ട് വാടക കൊടുത്ത് സൈക്കിൾ ചവിട്ടും. പിന്നെ അപ്പൻ ഈ നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്തൊക്കെ 1 രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരും. അപ്പം അങ്ങനെ നിന്ന സമയത്ത് ആഗ്രഹം ഞാൻ അപ്പനോട് പ്രകടിപ്പിച്ചു, എനിക്ക് സൈക്കിൾ വേണമെന്ന്. അപ്പം അങ്ങനെ ഒരു സൈക്കിള് മേടിച്ച് അത് അധിക നാൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അപ്പൻ്റെ ഈ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഈ സൈക്കിൾ കൊണ്ട് ഷാപ്പിൽ കൊണ്ട് കൊടുത്ത് വിറ്റ് അത് കുടിച്ച് ഒരപ്പനാണ്. അപ്പം അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ സൈക്കിൾ ചവിട്ടണമെന്നുള്ള ആഗ്രഹം അവിടെ അങ്ങ് നിന്നു. പക്ഷെ ഞാൻ പറയാം, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ ചോദിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം എനിക്കെല്ലാം നൽകി തന്നു. ഞാൻ സമൃദ്ധിയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഫിലിപ്പി ലേഖനത്തിനകത്തുണ്ട് ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവം. അപ്പം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് സഹായിക്കുന്ന ഒരു നല്ല ദൈവത്തെ അറിയുവാനും ആ ദൈവത്തിൻ്റെ ഒരു ദാസനായി തീരാനൊക്കെ ഈ ഭൂമിയിൽ ലഭിച്ച ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഒരു കാര്യം എനിക്കന്ന് മനസ്സിലായി, സുവിശേഷ വേലയ്ക്ക് ഒരു മനുഷ്യനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഏത് ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചാലും ദൈവം അവനെ പൊക്കി അവിടെ നിൽക്കും, എടുത്ത് കർത്താവിൻ്റെ വചനം ഇടിപ്പിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. ഇനി എത്ര ഒഴിവുകൾ പറഞ്ഞാലും എത്ര വേണ്ടെന്ന് വെച്ചാലും ദൈവം കണ്ടതാണെങ്കിൽ ദൈവം അവനെ അവിടെ നിന്നും പൊക്കിയെടുക്കും. ഇരമ്യാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇരമ്യാവിനെ വിളിക്കുമ്പോൾ ഇരമ്യാവ് പറയും, ഞാനൊരു ബാലനാണ്. അപ്പം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ടോ, യിരെമ്യാവേ നീ ബാലനാന്ന് പറയരുത്. അപ്പം ഞാനും ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ വാക്ക് സാമർഥ്യമുള്ള, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ പോരെ. എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ നിന്നും ഇങ്ങനെ സംസാരിക്കാമെന്നും എനിക്ക് പറ്റില്ല. പിന്നെ പാടുന്നതിന് കുഴപ്പമില്ല, നമ്മുടെ കൂടെ ആൾക്കാർ നിൽപ്പുണ്ട്. ഈ പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്കല്ല ഇന്ന് പ്രസംഗിക്കുന്നത്. പാടുമ്പോൾ കീബോർഡ് വായിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കാൻ ആളുണ്ട്, ഋതംപാട് വായിക്കാൻ നമ്മുടെ ചുറ്റിനും ആൾക്കാരിരിക്കുക. അപ്പോൾ നമുക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് ഒറ്റയ്ക്ക് ഇന്ന് പ്രസംഗിക്കുക എന്ന് പറയുമ്പോഴത്തേനും പറ്റില്ല കർത്താവ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം എന്നെ ശക്തീകരിച്ചു, ദൈവം എൻ്റെ കൂടെ നിന്നു, എന്നെ ബലപ്പെടുത്തി. ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ വന്നാലും നമുക്ക് ഭയമില്ലാതെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനും ശുശ്രൂഷിക്കുവാനും ഒക്കെയുള്ള ധൈര്യം തന്നത് ഉള്ളിലെ പരിശുദ്ധാത്മാവാണ്. ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് എനിക്ക് ഈ പിതാക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം ഞാൻ അവരോട് ഈ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. എനിക്ക് പഴയ പെന്തിക്കോസിൻ്റെ പ്രാരംഭകാലത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇന്നും ഞാൻ മനസ്സിലാക്കാറുണ്ട്. പഴയ കാലത്ത് നടന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും. കാരണം ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട സഭ മേൽപ്പാട ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അതൊരു 100 വർഷത്തെ പഴക്കമുള്ള, പെന്തിക്കോസിന് 100 വർഷത്തെ പഴക്കമുള്ളൊരു സഭയാണ്. അപ്പോൾ അവിടെ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ പിതാക്കന്മാർ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ അഭിഷേകം പ്രാപിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ അഭിഷേകത്തെക്കുറിച്ച് കേൾക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ അഭിഷേകം പ്രാപിക്കണം. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. അനേകർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, അനേകർ തകർന്നു പോയിട്ടുണ്ട്. അതിന് നടുവിൽ ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ നീ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന് അവർ പറയാനിടയായി തീർന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവരെന്നെ ചേർത്ത് പിടിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കാത്തിരിപ്പ് യോഗങ്ങൾ ക്രമീകരിച്ചു, പ്രവാചകന്മാരെ കൊണ്ടുവന്നു, കൃപാവരപ്രാപ്തന്മാരായ ദൈവദാസന്മാരെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു, നിരന്തരമായി പ്രാർത്ഥിച്ചു, നിരന്തരമായി ഉപവസിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്നു. അന്ന് മുതലൊക്കെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുക. ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട്, ഒറ്റയ്ക്കല്ല, സഹായിക്കുന്ന ആരോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പും ധൈര്യവും എനിക്ക് കിട്ടി. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് മുമ്പോട്ട് വന്നു. പ്രതിസന്ധികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിക്കാനിടയായി തോന്നുന്നു. ആ പ്രതിസന്ധിക്കകത്തെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത് ഞാൻ അനുഭവിക്കാനിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങൾ കടന്നു വന്നു. ആ സാഹചര്യങ്ങൾക്കകത്തെല്ലാം കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടു, കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു, കർത്താവിൻ്റെ മഹത്വം ജീവിതത്തിനകത്ത് അനുഭവിച്ചു. അങ്ങനെ നിരന്തരമായി ദൈവകൃപ അനുഭവിച്ച് മുന്നേറാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെയായിരുന്നു ആത്മീയ ജീവിതത്തിനകത്ത് ഉണ്ടായ അനുഭവങ്ങൾ. ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ട്. അപ്പം കർത്താവിനെ കണ്ടുമുട്ടിയ സാഹചര്യങ്ങളും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സാഹചര്യങ്ങളും, ഞങ്ങളുടെ ആ ഏരിയയിലെ മൊത്തം ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഈ വേദപുസ്തകമായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കിന് കൊച്ചിലേക്ക് ഉപദേശി എന്നൊക്കെയാണ് പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുടെ മുമ്പിലേക്ക് ഒത്തിരി പരിഹാസ്യം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് മാന്നാറുള്ള നായർ സമാജം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ മൊത്തം ഹൈന്ദവരായിട്ടുള്ള കൂട്ടുകാരായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലും സത്യത്തിൽ ഇന്നും എന്നെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇപ്പോഴും ഒരു ബഹുമാനമാണുള്ളത്. ഞാൻ സുവിശേഷകനായതുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരങ്ങളാണ് കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട് എനിക്ക്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മളൊരു ബഹുമാന്യനായ വ്യക്തിയായിട്ട് അവരിപ്പോഴും നമ്മളെ കരുതുന്നു എന്നുള്ളതാണ്. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ എന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാന്നാർ എന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്നോട് ചോദിച്ചു, പ്രസാദ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു സുവിശേഷകൻ, ഞാനൊരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം, ഒരു സുവിശേഷകന് കിട്ടുന്ന ഒരു മാന്യത, ഒരു അംഗീകാരം, അത് വിശ്വാസികളല്ല അവിശ്വാസികളായ ഒരാൾ നമുക്ക് തരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അംഗീകാരം, അത് ഒരു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു ജീവിതത്തിനകത്തെ യാത്രകൾ. ഇങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തു, ഒത്തിരി അനുഭവങ്ങൾ കണ്ടു, ഒത്തിരി വേദനകൾ ജീവിതത്തിനകത്ത് അനുഭവിക്കാനിടയായി തീർന്നു. ഒത്തിരി കഷ്ടതയിൽ കൂടി ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് പോകാനിടയായി തീർന്നു. പക്ഷെ അതിന് നടുവിലും ഒരു കാര്യം ഉറപ്പായിരുന്നു, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. അത് ഭയങ്കരമായിട്ട് ഞങ്ങളെ, ആരും ഇല്ല പക്ഷേ ആരോ ഒരാൾ കൂടെ ഉണ്ട്, അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ആ ആവശ്യങ്ങൾ നിറവേറുന്നതായിട്ട് ജീവിതത്തിനകത്ത് കാണാനിടയായി തീർന്നു. അപ്പം ഞങ്ങൾക്ക് ഈ കൺവെൻഷനൊക്കെ പാടാൻ പോകുമ്പോഴത്തേക്കിന് അന്നൊക്കെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള സാമ്പത്തികമാണ്. അത് ഞാൻ ചോദിക്കാറില്ല. ഇന്നും കൺവെൻഷന് പാടാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇത്ര രൂപ ഡിമാൻഡ് വെച്ചിട്ടല്ല ഞാൻ പോകുന്നത്.
പക്ഷേ അങ്ങനെ ഡിമാൻഡ് വെക്കാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തിൽ വന്ന ഒരു വലിയ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ സ്വദേശം മാന്നാറായിരുന്നല്ലോ. ഞാൻ അവിടുന്ന് നമുക്കതെല്ലാം ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വെണ്ണിക്കുളത്തേക്ക് വരുന്നത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വെണ്ണിക്കുളത്തേക്ക്. ഞാനിവിടെ 18 വർഷം വാടകയ്ക്ക് താമസിച്ചു. ഇപ്പം പുതുതായിട്ടൊരു വീട് വെച്ചിട്ട് ഏകദേശം 2 വർഷം 2.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് എന്ത് കിട്ടും, എന്ത് നേടും എന്ന് പറഞ്ഞവർ നടുവിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് സത്യത്തിൽ എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നാണ് ഞാൻ ഈ ആരോമ ടി വിയോട് ഞാൻ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുന്നത്. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല, എല്ലാം അറിഞ്ഞ് സഹായിക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഞാനിപ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്, വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു സൈക്കിളിന് വേണ്ടി കൊതിച്ച എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ എന്ന് ഓർക്കാറുണ്ട്. ഒരു സുവിശേഷകനായ നമ്മൾ വലിയൊരു കൺവെൻഷൻ പ്രാസംഗികനോ വലിയൊരു സിംഗറോ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു 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 നാട്ടിൻപുറത്ത് ജീവിച്ചൊരു മനുഷ്യൻ. ആ ഒരാളെ ദൈവം ഉയർത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അത് ജീവിതത്തിനകത്ത് ഒത്തിരി ഒത്തിരി അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ഉറപ്പായി, ദൈവത്തെ വിളിക്കുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തന്മാരെ ദൈവം ആദരിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഈ ദൈവത്തെ അറിയുകയും ഈ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് ചെറുപ്രായത്തിൽ കർത്താവ് തന്നു, അവസരങ്ങളെ തന്നു. അതിനായി ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നല്ലൊരു ജോലി കിട്ടി ആ ജോലിയിൽ നിന്ന് നന്മ ഉണ്ടാക്കി എന്നുള്ളതല്ല, പക്ഷെ ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവം മാനിച്ചു. ഒരു സുവിശേഷകനെ ദൈവം ആദരിക്കുന്നതും മാനിക്കുന്നതും എൻ്റെ ജീവിതത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ തുച്ഛമായിട്ടുള്ള നന്മയായിരുന്നു നമ്മുടെ കയ്യിൽ അന്ന് തന്നിരുന്നത്. അന്നത്തെ സാഹചര്യം അതായിരുന്നു, സാമ്പത്തികം അന്ന് തീരെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിനകത്ത് സഭ ക്രമീകരിക്കുന്ന കൺവെൻഷനിലേക്ക് ഞാൻ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുക, പാടുക, ദേവദാസന്മാർ തരുന്ന നന്മ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ, ചില സമയത്തൊന്നും നമുക്ക് കിട്ടാറില്ല, പാസ്റ്ററെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, അപ്പൊ അതൊന്നും നമുക്ക് അവർ തരുന്ന പൈസ പോലും ഞാൻ തിരിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോയ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ ജീവിതത്തിനകത്ത് വന്ന അനുഗ്രഹം, കൊണ്ടു തന്ന അനുഗ്രഹം അത് വലുതായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നമുക്ക് ഒരു സഭ നന്മ ഇങ്ങോട്ട് തരുന്നതിലില്ല, ആ നന്മയിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതത്തിനകത്ത് ദൈവം ഉയർത്തിയ പല വഴികൾ എൻ്റെ അച്ഛന് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കുടിച്ചു കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ബെൻസ് കാറെ നടക്കാമായിരുന്നു. ഞാൻ പറഞ്ഞാൽ അതിപ്പോ ചിന്തിച്ചിട്ട് കാര്യമില്ല, അന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ പക്ഷെ വിശ്വാസ ജീവിതത്തിലേക്ക് വരത്തില്ലായിരുന്നു. അപ്പൊ എല്ലാത്തിനും ഒരു സമയം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ കർത്താവിനെ അറിയാൻ, ഈ കർത്താവിന്റെ സന്തോഷം അനുഭവിക്കാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിനകത്ത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവത്തെ കണ്ടുമുട്ടിയാൽ, ഈ ദൈവത്തെ അറിഞ്ഞാൽ ജീവിതത്തിനകത്ത് ഒന്ന് സമാധാനം ഉണ്ടാകും, രണ്ട് സ്വസ്ഥത ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. ജീവിതത്തിനകത്ത് രോഗമാണെങ്കിൽ ആ രോഗത്തിന് സൗഖ്യം കർത്താവ് തരും. ഇന്നും തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും തരും. കർത്താവ് സൗഖ്യദായകനാണ്. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുക നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് തിരുവചനം അല്ലെങ്കിൽ ഭോഷ്ക് പറയുന്നതല്ല, ആ തിരുവചനത്തിനകത്തെ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തു തരും. അപ്പം ഇന്നും കർത്താവ് സൗഖ്യമാക്കും. അപ്പം രോഗികളായിട്ടൊക്കെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവിനെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക. ഈ ദൈവത്താൽ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരുപക്ഷെ സമാധാനമില്ലാതെ, നിങ്ങളുടെ വീട്ടിൽ തലമുറയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ആരെങ്കിലൊക്കെ മദ്യത്തിന് അടിമയാണെങ്കിൽ ഞാൻ പറയാം, എൻ്റെ പിതാവിനെ മദ്യത്തിൽ നിന്ന് വിടുവിച്ച, ആ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച ഒരു യേശു ഉണ്ട്. ആ യേശു നിങ്ങളുടെ കുടുംബത്തിനകത്ത് കടന്നു വന്നാൽ നിങ്ങളുടെ മദ്യപാനം മാറും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നരകതുല്യമായി കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർഗതുല്യമാക്കി തീർക്കുന്ന ഒരു അനുഭവം യേശു ക്രിസ്തുവിന് തരാൻ
കഴിയും. അതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഉറപ്പ്. യേശുവിന് കഴിയും. ഞങ്ങൾക്ക് യേശു സമാധാനം തന്നു. ഞങ്ങളുടെ അനുഭവമാണ്. ഇതൊരു മറ്റൊരാൾ പഠിപ്പിച്ച് പറയിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എന്റെ ജീവിതത്തിനകത്ത്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്. മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് പറയുന്നതല്ലത്. ഇത് ജീവിതത്തിനകത്ത് അനുഭവിച്ചതാണ്. ഒരു കുടിയനായ അപ്പന്റെ മോൻ, സമാധാനമില്ലാത്ത അന്തരീക്ഷം, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയമാണ്. പിതാവിന്റെ വരവ് ഒരു 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിലെ ചെറുപ്രായമല്ലേ, 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. പിതാവ് വന്നാൽ എന്താണ് കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും എന്റെ അമ്മ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പന്റെ കുടി കാരണം. ചാണകം മെഴുകിയ തറയിൽ കൂടി അമ്മയെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന അനുഭവങ്ങളൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും ഇന്ന് 7 മണിയാകുമ്പോൾ രണ്ടുപേരും അവരുടെ റൂമിനകത്ത് കയറി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ. പണ്ടൊക്കെ 7 മണിയാകുമ്പോഴത്തേക്കിന് അമ്മയെ വീടിനകത്തൂടെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരപ്പൻ ഇന്ന് അമ്മയും രണ്ടുപേരും കൂടെ അവരുടെ റൂമിനകത്ത് കയറി ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ്. അപ്പൊ ഞങ്ങളതാണ് പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ സമാധാനം, ഈ സമാധാനം അനുഭവിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഈ കേൾക്കുന്ന എപ്പോഴെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഈ സമാധാനം തരാൻ കഴിയുന്ന, നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാറ്റം തരാൻ കഴിയുന്ന ഒരു യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നാൽ അവിടെ മുതൽ നിങ്ങളുടെ ചരിത്രം മാറുകയാണ്. ഒരുപക്ഷെ ലോകം വിധി എഴുതി രക്ഷപ്പെടത്തില്ല, സമൂഹം വിധി എഴുതി നിങ്ങൾ രക്ഷപ്പെടത്തില്ല, നാട്ടുകാർ വിധി എഴുതി ഇനി ആ കുടുംബം രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ പറയാം, രക്ഷപ്പെടാൻ ഒരൊറ്റ സാധ്യതയുള്ളൂ, ഒരൊറ്റ വഴിയുള്ളൂ. അത് യേശു ക്രിസ്തുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഞാൻ എപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴത്തേക്കിന് പലപ്പോഴും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പല സാഹചര്യങ്ങളിലും പല ഭവനത്തിനകത്ത് യേശു ചെല്ലുമ്പോൾ ഒരിക്കൽ ലാസറിന്റെ സഹോദരിമാർ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം യേശുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മരണം മാറിപ്പോകും, നിരാശകൾ മാറിപ്പോകും, പ്രതിസന്ധി മാറിപ്പോകും. അപ്പൊ ഒരിക്കൽ യേശു ശിഷ്യന്മാരും പടകിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഗദരദേശത്തേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് ശക്തമായ കാറ്റും തിരമാലയൊക്കെ പടകിനെ വല്ലാതെ ഉലച്ചു. ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയിട്ട് യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പ്രശ്നം പരിഹരിച്ചു, പ്രശ്നം മാറി. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുക, യേശു ഉറങ്ങുകയാണോ? യേശുവിനെ വിളിച്ചിട്ടും യേശുവിനെ കിടത്തി ഉറക്കുന്ന വിശ്വാസികളുണ്ട്. യേശു ഉണർന്നിരുന്നാൽ ജീവിതത്തിനകത്ത് തിരമാലകൾ ശാന്തമാകും. യേശു ഉണർന്നിരുന്നാൽ കൊടുങ്കാറ്റുകൾ അമരും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ വിടുവിച്ച, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ ആദരിച്ച, ഞങ്ങളെ മാനിച്ച, ഞങ്ങളെ ഉയർത്തിയ ഈ സർവശക്തനായ ദൈവം നിങ്ങളെ ഉയർത്തും. ജീവിതത്തിനകത്ത് ഞാൻ ഓർപ്പിച്ചില്ലേ, പട്ടിണി കിടന്നിട്ടുണ്ട് സഹോദരങ്ങളെ, നിന്നെ അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ഡ്രസ്സ് ഇടാനെ കൊണ്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം അപ്പന്റെ പൈസ ഇല്ല, കുടിക്കാൻ പൈസ ഉണ്ട്, പക്ഷെ മക്കൾക്ക് ഡ്രസ്സ് മേടിച്ചു തരാനുള്ള പൈസ അപ്പന്റെ ഇല്ല. അപ്പൊ അങ്ങനെ ഇടാതിരുന്ന സാഹചര്യത്തിൽ ഇന്ന് കർത്താവ് അനുവദിച്ചാൽ സഹായിച്ചത് കൊണ്ട് ഒത്തിരി മാറി ഇടാൻ ഒത്തിരി ഡ്രസ്സ് ഉണ്ട്. അപ്പൊ കഴിക്കാൻ ഇഷ്ടംപോലെ ആഹാരമുണ്ട്, ഇഷ്ടംപോലെ സമാധാനമുണ്ട്, ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ ദൈവം തുറന്നു തന്നു. അപ്പൊ അതൊക്കെ ഒത്തിരി ദൈവത്തെ വിളിച്ചത് കൊണ്ടാണ്. യേശുവിനെ ഞാൻ പറയാം, ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നത് അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചത് കൊണ്ടും ആ യേശു ക്രിസ്തു ഞങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വന്നതും കൊണ്ടാണ് ഞങ്ങളുടെ ഈ ജീവിതത്തിനകത്ത് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനിടയായിത്തീർന്നത്. അപ്പം ഇന്ന് എന്റെ പിതാവും മാതാവും സന്തോഷത്തോടെ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ജന്മദേശം വിട്ട് ഞാനിപ്പോൾ വെണ്ണിക്കുളത്തുള്ള ഒരു ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് പാസ്റ്റർ ഷാജി ഇമ്പോളിന്റെ കൂടെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. കഴിഞ്ഞ 10-20 വർഷത്തോളമായി ഞാൻ വെണ്ണിക്കുളത്ത് വന്നിട്ട് എൻ്റെ സ്വദേശവും ചാർച്ചക്കാരെയും അബ്രഹാം ഇറങ്ങി തിരിച്ചതുപോലെ ചാർച്ചക്കാരെയും ബന്ധുക്കളെല്ലാം വിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ 18 വർഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചു. 19ാമത്തെ വർഷം വാഗ്ദത്തം ചെയ്ത ഭവനത്തിനകത്തേക്ക് ദൈവം ഞങ്ങളെ കയറ്റി താമസിപ്പിച്ചു. ആ ഭവനത്തിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ലൈവ്, ഈ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവനെ നിന്ദിക്കുന്ന ഒരു ദൈവമല്ല
യേശു ആദരിക്കും. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. കാരണം ദൈവം നടത്തിയ എണ്ണമില്ലാത്ത നന്മകളും അതിന്റെ വഴികളും ഒക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ പഴയ അനുഭവം വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന ആ ഒരു അനുഭവം ഓർക്കുകയായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ട് പാടാനൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര ഭയമായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ അമ്മാച്ചന്റെ വീട്ടിൽ നിന്നാണ്ട്, അമ്മാച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ആത്മീയ കാര്യത്തിനകത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു പാട്ട് പാടാനൊരു അവസരം എനിക്ക് അന്ന് കിട്ടി ചർച്ചിലെ. അപ്പൊ ഞാന് ഒരു പാട്ടൊക്കെ എഴുതി കൊണ്ടുപോയി. പിന്നെ എങ്ങനെ പാടും, ഭയങ്കര വിറയിലും മുട്ടുകളൊക്കെ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയോ ആ പാട്ട് പാടി ഒപ്പിച്ചു. അപ്പൊ ഞാനന്ന് പാടിയ പാട്ട് ബലിയായി തിരുമുമ്പിൽ എന്നുള്ള പാട്ടാണ്, നൽകും എന്നുള്ള പാട്ടാണ്. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ചർച്ചിലുള്ള ആൾക്കാര് എന്നോട് പറഞ്ഞു, പ്രസ്താവത്തെ പാട്ട് പാടുമല്ലേ? അയ്യോ, ഇത്രയും പാടുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ പിന്നെ അവര് പല കാര്യത്തിനകത്തും നമ്മളെ ഉൾക്കൊള്ളിക്കാൻ തുടങ്ങി. ചർച്ചിൽ കൺവെൻഷൻ വന്നപ്പോൾ കൺവെൻഷനിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനിപ്പം വലിയ വലിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ ആദ്യകാല കർത്താവ് നടത്തിക്കൊണ്ട് വന്ന ആദ്യ സ്റ്റേജൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇന്ന് ഡിജിറ്റൽ സംവിധാനമുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആ സംവിധാനം ഒന്നും ഇല്ലാത്ത പരിമിതമായ സാഹചര്യത്തിൽ പാടി തുടങ്ങിയ കർത്താവ് ഏകദേശം 30 വർഷത്തോളം ഞാനിപ്പോൾ ആയി കർത്താവിന് വേണ്ടി പാടാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ മഹാകരുണയാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിനകത്ത് ഇന്നും എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നവരെ എല്ലാം ദൈവം ആദരിച്ചിട്ടുണ്ട്. പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ അടഞ്ഞ വഴിയെ ഓർത്ത് നമ്മൾ ദുഃഖിക്കുകയല്ലായിരുന്നു. ഇന്നലകളിൽ തുറന്നിട്ട പല വാതിലിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി തുറക്കാൻ പോകുന്ന പല വാതിലുകളും നമ്മുടെ മുമ്പിലുണ്ട്. അത് ഓർത്താണ് നമ്മൾ സന്തോഷിക്കുന്നത്. അടഞ്ഞതിനെ ഓർത്ത് അല്ലെങ്കിൽ അടച്ചതിനെ ഓർത്ത് ഒന്നും നമ്മൾ ഭാരപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം വീണ്ടും വിശാലമായ ക്രമീകരണമാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. യേശുവിനെ അറിഞ്ഞാൽ ആ യേശുവിനെ ഒരു വിശ്വസ്തയോടെ നിൽക്കുക. യേശുവിന്റെ വിളി കേട്ടാൽ ആ വിളിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അങ്ങനെ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വെക്കാൻ തയ്യാറായാൽ ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഞാൻ ഒരു അനുഭവം കൂടി പറയാം. എൻ്റെ ജീവിതത്തിനകത്ത് തോന്നുന്ന ഒരു അനുഭവം. എനിക്ക് അല്പം സ്ഥലം മേടിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. വീട് വെക്കാനെ കൊണ്ടുള്ള പൈസ ഒന്നും ഉണ്ടായില്ല. തുച്ഛമായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്ലാനൊക്കെ ഇങ്ങനെ വരച്ചു. വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ആൾക്കാരോടുള്ള എൻ്റെ ഒരു ചെറിയ ഒരു റിക്വസ്റ്റ് ആണ്. എൻ്റെ ദേവദാസൻ പാസ്റ്റർ ഷാജി പോളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വീട് വെക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ ചെന്നു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഇതൊക്കെ ഞാൻ പറയുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ആർക്കെങ്കിലൊക്കെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായി തീർന്നോട്ടെ എന്നുള്ള ഇതുകൊണ്ടാണ്, അല്ലെ വീട് കിട്ടി എന്നുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത്. ദേവദാസിന്റെ അടുത്തൊരു വീട് വെക്കുന്ന കാര്യത്തെ പറ്റി സംസാരിക്കാൻ എന്നോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാണ് കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു ചെറിയ ഭവനം പണിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഒരു 2 മുറിയുള്ളൊരു വീട് പണിയാനൊക്കെയുള്ള ആഗ്രഹം, അതിനുള്ള പൈസ ഇല്ല, ദൈവം തന്നെങ്കിലേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രസാദ് പാസ്റ്റർ വീട്ടിലൊക്കെ ഇപ്പൊ ആരുണ്ട്? പാസ്റ്റർക്ക് അറിയാം. അപ്പൊ എന്നോട് എന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞു, അച്ഛന്, അമ്മ, ഞങ്ങള്, കുഞ്ഞുങ്ങള് 2 പേര്, ഇത്രയും ഉണ്ട്. അപ്പൊ ഇത്രയും പേർക്ക് താമസിക്കാൻ 2 മുറിയും. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പൈസ വേണ്ടേ, നമുക്ക് അതിനുള്ള സാമ്പത്തികം ഒരുക്കണ്ടേ? അപ്പൊ എന്നോട് പറഞ്ഞ്, ഇത് വെക്കാനുള്ള പൈസ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞിട്ട്, ആരെങ്കിലും ഒരു ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഈ 2 മുറിക്കകത്ത് ഞങ്ങൾ ഒതുങ്ങും. ഗസ്റ്റിന് ഒരു മുറി കൊടുക്കും, ബാക്കി ഞങ്ങൾ തിന്നയ്ക്കോ അല്ലെങ്കിൽ വീട്ടിലെങ്ങനെ ഞങ്ങൾ കിടന്നുള്ള ആ സാഹചര്യം. അപ്പൊ എന്നോട് പറഞ്ഞ്, 2 മുറിക്കുള്ള കാശ് ദൈവം തരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 4 മുറിയുടെ പ്ലാൻ വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഒരു സുവിശേഷകൻ എന്ന സാധാ സുവിശേഷകൻ എന്ന ഒരു സാധാ പാട്ടുകാരൻ 4 മുറിയുടെ വീടിനകത്ത് താമസിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് വരച്ചോണ്ട് വരാൻ പറഞ്ഞു. വരച്ചോണ്ട് വന്നാൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസത്താൽ ഞാൻ സമൃദ്ധിയല്ല ഈ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം ചെയ്തു തരും, നന്നായി ചെയ്തു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനൊരു 4 മുറിയുള്ള പ്ലാൻ വിശ്വാസത്താൽ വരച്ച്, അന്നേരം വിശ്വാസമില്ലായിരുന്നു. ഈ പാസിന്റെ അടുത്ത് കൊടുക്കുമ്പോഴും ഇവിടെ വിശ്വാസമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധത്തിൽ നമ്മൾ വരച്ച്
അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് കൊടുത്തു. അദ്ദേഹം ഒരു ഒറ്റ പ്രാർത്ഥന, കർത്താവ് ഇതൊരു അഭിഷക്തനാണ്, നാളുകളായി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദാസനാണ്, അദ്ദേഹത്തിന് ഒരു വീട് ആവശ്യമാണ്, അതിനുള്ള ക്രമീകരണം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ വീടിന്റെ ഈ പ്ലാൻ പ്രകാരമുള്ള വീട് പണിയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കണം. അതിന്റെ അവസാനത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു വിട്ടൊരു വാക്കുണ്ട്, കർത്താവെ അവസാനത്തെ ഒരു കലണ്ടർ തൂക്കാനുള്ള ആണിക്ക് വരെയുള്ള പൈസ ദൈവം കൊടുക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ഞാൻ പറയാം, ആ പ്രാർത്ഥന എന്റെ തലയ്ക്ക് മീതെ വന്നങ്ങ് വീണു. അതിന്റെ മറുപടി ഈ വീട് ഈ 2021 മാർച്ച് മാസം 4-ാം തീയതി കല്ലിട്ടു, പ്രാർത്ഥിച്ചു, പണി തുടങ്ങി. ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഇതിനകത്ത് കയറി താമസിച്ചു. ഏകദേശം 5 മാസം കൊണ്ട് ദൈവം വേഗത്തിൽ ഇതിന്റെ പണി തീർത്തു. ഞാൻ പറഞ്ഞത്, ഒരു വിശ്വസിച്ച് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചാൽ ദൈവം പണികൾ തീർത്തു തരും. ആരെങ്കിലും വീടിന്റെ പണി പാതിയാക്കി വെച്ചിട്ട് സാമ്പത്തികമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിൽ, അല്ല ഇന്നും വാടക വീട്ടിലെ പാസ്റ്റർ ഞാൻ താമസിക്കുന്നത്, സ്വന്തമായ ഒരു വീടില്ല എന്ന് നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നു, ഞാൻ പറയാം, ദൈവം നമ്മുടെ ആവശ്യങ്ങളാണ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരും. 100% ഉറപ്പാണ്. എന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഏതെങ്കിലും വിഷയത്തിനകത്ത് എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഈ ദൈവത്തിന് വേണ്ടി ജീവിതം നിങ്ങൾ ഒഴിഞ്ഞു വെക്കാൻ തയ്യാറായാൽ ഈ ദൈവം അനുഗ്രഹിക്കും. ജീവിതത്തിനകത്ത് അനുഗ്രഹം മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല. ഇതിനകത്ത് ഒത്തിരി ജീവിതത്തിനകത്ത് വേദനകളും അനുഭവിക്കേണ്ടി വരും. എൻ്റെ വൈഫ്, എൻ്റെ മൂത്ത മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, കഴിക്കാൻ ആഹാരം ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ പൊട്ടുപേരയ്ക്ക മിക്സിക്കകത്തിട്ട് അടിച്ച് പഞ്ചസാരയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് എൻ്റെ വൈഫിന് കൊടുത്ത് വിശപ്പടക്കിയ സാഹചര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. ഒരു നേരത്തെ വണ്ടിയുടെ പെട്രോൾ അടിക്കാതില്ല, ഇന്നത്തെ യോഗത്തിന് നടന്നു പോയപ്പോൾ ആ യോഗത്തിന് പ്രസംഗിക്കാൻ വന്ന ദൈവദാസൻ, അദ്ദേഹത്തിന് ആത്മനിയോഗം ഉണ്ടായി പൈസ തന്ന് പെട്രോൾ അടിച്ച് ഉപവാസ പ്രാർത്ഥനയും ബാക്കിയുള്ള ദിവസങ്ങളിൽ പോയ സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അപ്പം കഠിനമായ ശോധനയിൽ കൂടി കടന്നുപോയപ്പോഴും വഴി നടത്തിയ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗിയാണെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ, സമാധാനം ഇല്ലാതിരിക്കുന്ന അനുഭവമായിരിക്കാം, തലമുറയുടെ വിഷയത്തെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കാം. ഏത് സാഹചര്യമായിക്കോട്ടെ. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് തലമുറയുടെ വിഷയം. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന ഒരു വിഷയമാണ്, പണ്ടത്തെ കാലത്ത് ഞാനൊക്കെ ഭാരപ്പെട്ടത് എൻ്റെ അപ്പനെ ഓർത്താണ്. കാരണം അപ്പൻ ഏത് ലെവലിലാണ് വരുന്നതെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അപ്പനെ ഓർത്ത് ഭാരപ്പെടുകയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അപ്പന്മാര് തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് ഏത് വിഷയമായിക്കോട്ടെ, മദ്യപാനത്തിന്റെ അടിമത്തത്തിലാണോ നിങ്ങളുടെ ഭവനം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ രോഗമാണോ, അല്ലെങ്കിൽ നിരാശയാണോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോവുകയാണോ, ഞങ്ങൾക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഇതിനെല്ലാം പരിഹാരം, ഇതിനെല്ലാം ഉത്തരം യേശു ക്രിസ്തുവിന്റെ സന്നിധിയാണ്. അപ്പൊ ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൽ നിങ്ങൾ ആശ്രയിക്കുക. യേശു ഒരു നാളും കൈവിടുകയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം. 92 വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ആ 92 മുതലുള്ള ഇതുവരെയുള്ള യാത്ര ദൈവം എല്ലാം ഭംഗിയായി. ജീവിതത്തിനകത്ത് വേദനകൾ വന്നു, ശോധനകൾ വന്നു, ഒറ്റപ്പെടൽ വന്നു, മാറ്റി നിർത്തൽ വന്നു, അപമാനങ്ങൾ വന്നു, നിരാശകൾ വന്നു. ഇതെല്ലാം ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം മാറ്റിവെക്കുന്ന, ഇതിനെല്ലാം നമ്മൾ നിസ്സാരമായി കണ്ടത് യേശു കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പായിരുന്നു. ആ ഉറപ്പാണ് ഇതുവരെയും ഞങ്ങളെ നടത്തിയത്. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, അവർ പഠിത്തം ഈ നിമിഷം വരെയും അവർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. എൻ്റെ മാതാപിതാക്കന്മാരുടെ ആവശ്യം ഇതെല്ലാം നിറവടിയായിട്ട് കർത്താവ് ചെയ്തു തന്നു. വാഹനമില്ലാതെ ഭാരപ്പെട്ടു, വാഹനങ്ങൾ ദൈവം തന്നു. ഡ്രസ്സിന് ഭാരപ്പെട്ടു, കർത്താവ് ഡ്രസ്സ് തന്നു. ആഹാരത്തിന് ഭാരപ്പെട്ടു, ദൈവം ആഹാരം തന്നു. അപ്പൊ ഇന്നലകളിലൊക്കെ എന്തെല്ലാം പ്രതിസന്ധിയിൽ കൂടി ഞങ്ങൾ കടന്നുപോയോ, ഇന്നിന്റെ ദിവസത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധികളൊക്കെ മാറി സന്തോഷകരമായ ഒരു ജീവിതത്തിന്റെ ഉടമയാക്കി ദൈവം ഞങ്ങളെ തീർത്തു. ഇതിന്റെ എല്ലാം കാരണം ഞാൻ പറയാം, സാക്ഷാൽ
ദൈവത്തിന്റെ വചനവുമായിട്ട് നിന്നതാണ് ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഇന്ന് കാണുമ്പോൾ ഒരു മിഷണറി ആണെന്ന് ഞാൻ അവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അയ്യോ മോനെ മിഷണറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വാക്ക് എന്റെ പേരല്ല വരുന്നത്, മോനെ എന്നാണുള്ള വിളിയാണ്. മോനെ രക്ഷപ്പെട്ടു. അപ്പം അവര് ക്രിസ്ത്യാനികളല്ലെന്ന് ഓർത്തോണം, അവര് ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാണ്, ഹൈന്ദവ നല്ല പൊസിഷൻ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളോട് പറയുന്നത് മോനെ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഈ കർത്താവിനെ കണ്ടുമുട്ടിയതും ഒക്കെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കർത്താവ് ഒരു വരി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്നേഹിതനെ കണ്ടെത്തി കാൽവരി മാമലയിൽ, അവൻ കരുതും, അവൻ പുലർത്തും, അവൻ നടത്തും, എന്നെന്നും നടത്തുന്ന ഒരു പാട്ട് പരിശുദ്ധാത്മാവിനാൽ ഞാൻ എഴുതിയായിരുന്നു. അതെന്റെ ജീവിത അനുഭവമാണ്. ഒത്തിരി സ്നേഹിതന്മാർ എനിക്കുണ്ടായിരുന്നു. ആ സ്നേഹിതന്മാരെല്ലാം നമ്മുടെ പാതി വഴിയിൽ വെച്ച് നമ്മൾ ഉപേക്ഷിച്ചു പോയി. പക്ഷേ കാൽവറിയിൽ വെച്ച് പരിചയപ്പെട്ട യേശു അത് നല്ലൊരു സ്നേഹിതനാണ്. ആ യേശു ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ആ നല്ല സ്നേഹിതനെ ഞാൻ മുറുകെ പിടിച്ചു. ആ സ്നേഹിതനെ നടത്തി എല്ലാം ഒരുക്കി തന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും കടന്നുപോയി ഈ കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ നിരവധി പ്രാവശ്യം അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അതിലുപരിയായിട്ട് കർത്താവിന്റെ വേലയിൽ നിൽക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ഈ അരോമ പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ കാര്യം, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഞാൻ ഇതിനകത്തൊരു ഒറ്റപ്പെടലും വേദനയിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തിത്വമായതുകൊണ്ട് ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളുടെ അരികിൽ ഇറങ്ങി വരും. ഒരു 12:30 ആയപ്പോൾ, രാത്രി 12:30 ആയപ്പോൾ എൻ്റെ പിതാവിന്റെ രോഗക്കിടക്കയുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പിതാവിനെ വിടിവിച്ച ദൈവം നിങ്ങളെ വിടിവിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അപ്പന്റെ മദ്യപാന നിമിത്തം വീട്ടിനകത്ത് കരഞ്ഞ എൻ്റെ കണ്ണുനീര് കണ്ട ഒരു ദൈവം തലമുറയോർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിനകത്ത് ശൂന്യതകളും വേദനകളും വല്ലാതെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രയാസങ്ങൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്കകത്തുനിന്നും വിടുതൽ തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. ഒരു പക്ഷേ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഈ ലൈവിൽ പിന്നത്തിൽ കേൾക്കുമായിരിക്കാം. അവരോട് ഞാൻ പറയാം, എല്ലാ വിഷയത്തിനും പരിഹാരം യേശുവാണ്. യേശുവിൽ കൂടി മാത്രമേ ഉള്ളൂ രക്ഷ ലഭിക്കുകയുള്ളൂ. നിങ്ങൾ കർത്താവിനെ അറിയണം, നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, കർത്താവിന്റെ മകനായിട്ട് ജീവിച്ചാൽ ഈ ലോകത്തിലെ നന്മ മാത്രമല്ല, നിങ്ങൾക്കൊരു നിത്യ സ്വർഗമുണ്ട്. അത് നിങ്ങൾക്ക് കരസ്ഥമാക്കാനിടയായിത്തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരങ്ങളെ തന്ന അരോമയിലുള്ള എല്ലാവരോടും കൂടെ എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയതായ, ദൈവം വിളിച്ചിറക്കിയതായ ആ നല്ല ഓർമ്മകൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് KP-യുടെ വാക്കുകളിലൂടെ കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം, ശുശ്രൂഷകളെയും ദൈവം മാനിക്കട്ടെ, ആദരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ ഒരുപാട് പാടിയിട്ടുണ്ട്. പാടുന്ന ഒരാളെന്ന നിലയിൽ അരോമ TV-യിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ? തീർച്ചയായിട്ടും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ,
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആമേൻ, 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 ആമേൻ. ആ പാട്ടിന്റെ വരികളിലൂടെയും ദൈവം ചെയ്തതായ ആ ഉപകാരങ്ങളുടെ ആ നന്ദി ആമേൻ അത് ഒന്നുകൂടി വെളിപ്പെട്ടു വരുവാൻ, പറയുവാൻ, പാടുവാൻ കർത്താവ് അവസരമൊരുക്കിയല്ലോ, കൃപ ചെയ്തല്ലോ. ആ ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിയാൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരിക്കലും കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ ഒരു ദാസനായ ഒരു ശുശ്രൂഷക്കാരനായി തീരുവാൻ മാനുഷികമായി നോക്കിയാൽ സാഹചര്യം അനുകൂലമല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. മദ്യപാനിയായ ഒരു മകൻ സ്വാഭാവികമായിട്ട് മദ്യപാനിയായി തീരുകയാ. അതാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു പതിവ്. അല്ലെങ്കിൽ ആ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറ്റപ്പെടാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവം ആ കുടുംബത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മുഴുവനും. നോഹയെ ദൈവം വിളിച്ചപ്പോൾ നോഹയുടെ കുടുംബത്തെയും കൂടി വിളിച്ച് വേർതിരിച്ച് ആ ദൈവിക പദ്ധതിയിൽ പങ്കാളിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു കുടുംബത്തെ മുഴുവനുമായി ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ മദ്യപിച്ച് കുടുംബം തകർന്ന സമൂഹത്തിൽ മുഴുവനും ചിന്നാഭിന്നമായി തീരാമായിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൂട്ടിച്ചേർത്ത് അതിനെല്ലാം ചിതറിക്കിടന്ന അസ്ഥിക്കൂമ്പാരങ്ങൾ കൂട്ടിച്ചേർത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുന്നേറ്റ് നിന്ന ഒരു സൈന്യമായി തീർന്നതുപോലെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്ന് ആ ഒരു പണി ദൈവം തമ്പുരാൻ ആ കുടുംബത്തിൽ ചെയ്തു എന്നുള്ളതാണ് ആകമാനമായി നോക്കുമ്പോൾ ഈ സാക്ഷ്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിന് വേണ്ടി മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാൻ, കർത്താവിനെ ഉയർത്തി കാണിക്കുവാൻ ആ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങാത്ത ഒരു ദൈവത്തെ കണ്ടുമുട്ടി. അപ്പോൾ അതിന് മറുവശം കൂടി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഏതു നേരത്തും വിളിച്ചാൽ കേൾക്കുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന ഏറ്റവും വലിയ ധനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം, ഏതു നേരത്തും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ഒരുവൻ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാം ആ ദൈവത്തെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ തേടി വന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ദൈവം നമ്മളെ അന്വേഷിച്ച് വന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ദൈവം നമ്മളെ പണിയാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ആദമിനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഹവ്വയല്ല കണ്ടത്, സൃഷ്ടിച്ച ദൈവത്തെയാ കണ്ടത്. സാദൃശ്യത്തില് സ്വരൂപത്തില് സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെ, തന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടി. നമ്മളുടെ തകർച്ചയിൽ നമ്മളെ പണിത് കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടിയെന്നേ നമുക്ക് പറയാൻ പറ്റും. സ്തോത്രം.
ആ ദൈവം നമ്മളെ കണ്ടു, ആ ദൈവം നമ്മളെ തേടി വന്നു, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ തകർച്ചയിലേക്ക്, നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തി, നമ്മുടെ നഷ്ടപ്പെട്ട രൂപവും ഭാവവും മടക്കി തന്ന്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു പണി നടത്തി നമ്മളെ ദൈവത്തിന്റെ മുൻപാകെ നിർത്തിയപ്പോൾ ആ ദൈവത്തിന് വേണ്ടി ഇന്ന് പാടുക, പ്രസംഗിക്കുക, ആ ദൈവത്തിന്റെ സാക്ഷ്യം പറയുക എന്നല്ലാതെ പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് എന്നും ഉയർത്തി തന്നെ പാടാം, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ആ ഉറങ്ങാത്ത ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, ഏതു നേരത്തും വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി എന്ന് പറയുന്നത് അഭിമാനത്തോടെ ഏതൊരാൾക്കും പറയുവാൻ ഇടയായി തീരുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രസാദ് KP-യെയും കുടുംബത്തെയും ആ പേരൻസിനെയും ഞാൻ ഓർക്കുകയായിരുന്നു, 7 മണിയാകുമ്പോൾ മദ്യപിച്ച് വന്നിട്ട് അമ്മയെ വലിച്ചിഴയ്ക്കുന്ന ആ ഒരു രംഗം ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾക്ക്, ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് ആ കുടുംബത്തിൽ ആ സമയത്ത് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മീയ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷം. ഒരു വശത്ത് ചില വേദനകളിലൂടെ, തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും പിന്നത്തേതിൽ അതൊക്കെ സന്തോഷകരമായ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാവേ, അരോമ TV-യിലെ പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, അയൽക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ളതായ പരിഭവങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യേശു നിങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, യേശു നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. പത്രോസ് ഒരിക്കൽ രാത്രി മുഴുവനും അധ്വാനിച്ചു മീൻ പിടിക്കുവാൻ വേണ്ടിയിട്ട്. നല്ല പരിചയസമ്പന്നനായ മനുഷ്യനാ, മീനൊന്നും കിട്ടിയില്ല. തൻ്റെ കഴിവുകളും എല്ലാം താൻ വേണ്ടതുപോലെ വിനിയോഗിച്ചു. പക്ഷേ നിരാശയോടുകൂടി വീട്ടിലേക്ക് മടങ്ങുവാൻ നിൽക്കുമ്പോൾ യേശു പത്രോസിനോട് പറയുന്നൊരു കാര്യം, പത്രോസേ, നീ പടക് അല്പം എനിക്ക് വേണ്ടി നീക്കുക. ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശു നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. യേശുവിന് വേണ്ടി ഒരവസരം നീ കൊടുക്കുമോ? തീർച്ചയായിട്ടും നിന്റെ പടകൾ, നിന്റെ ഭവനത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം, നഷ്ടങ്ങളെ ലാഭമാക്കി അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നിങ്ങളുടെ അടുക്കൽ ഉണ്ട്. ആ ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് സ്തോത്രം. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കർത്താവ് നമ്മെ തേടി വന്നിട്ടുണ്ട്. പലരും പറയാറുണ്ട്, ദൈവം എന്നെ ഒന്ന് വിളിക്കട്ടെ, ദൈവം എന്നോട് സംസാരിക്കട്ടെ, ദൈവം എന്നോട് നേരിട്ട് ഇടപെടട്ടെ. സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമുണ്ടല്ലോ, ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കണ്ണ് തുറക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ കാത് തുറക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾക്കായി യേശുവിനെ കണ്ടുമുട്ടുവാൻ, ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ജീവനുള്ള ദൈവത്തെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്ക് കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനം നമ്മൾ വായിക്കാൻ കഴിയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോട് കൂടി അത്താഴം കഴിക്കും. നിങ്ങൾ തുറക്കുവാൻ തയ്യാറാകും? നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും തയ്യാറാകുമോ? എത്ര പഴകിയ രോഗമായിരുന്നാലും, എത്ര വലിയ മദ്യപാനിയായിരുന്നാലും, എത്ര വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങളായിരുന്നാലും, മക്കളെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ പ്രിയപ്പെട്ടവരെ കുറിച്ചോ ആശങ്കപ്പെടുന്നവരായിരുന്നാലും, നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, ഈ സന്തോഷത്തിലേക്ക് നിങ്ങൾക്കും വരുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുവരെ ഈ യേശുവിനെ സ്വീകരിക്കുവാൻ, പരിചയപ്പെടുവാൻ
അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കൂ. ഈ യേശു നിങ്ങളുടെ ദൈവമായി, വിളിച്ചാൽ കേൾക്കുന്ന ദൈവമായി, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? ഈ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ കഴിവുള്ളവനാണെന്ന് തിരിച്ചറിയുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ സാക്ഷ്യം കേട്ടതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഹാഗരമാക്കൂ. യേശുവിന് വേണ്ടി ജീവിതമൊന്ന് സമർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കും. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് KP ആമേൻ ഈ സമയം ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയുടെ മെസ്സേജ് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ അരോമ TV പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേദനയിലും പ്രയാസത്തിലും ദുരിതത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവർക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകേണ്ട എന്ന് അരുളി ചെയ്ത കർത്താവെ, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവെ, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവെ, ഒരു നാൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, അവർക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരാശയിൽ, രോഗത്തിൽ, കടഭാരം, അല്ലിയ മാനസികമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധി, ഇതിൽ കൂടിയൊക്കെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ, സ്വർഗം അവരെല്ലാം വിടിവിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രസാദ് KP അവർ ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായി നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷയിൽ ഇനിയും അധികമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, പ്രയോജനപ്പെടുവാൻ കുടുംബമായി നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com